തബ്ലീഗ് അനുഭവത്തിൽപ്പെടുമ്പോഴാണ് റബീഉൽ അവ്വലിന്റെ ആഘോഷത്തിനെ നന്നാക്കി വിമർശിക്കുന്നുണ്ട്. ഖുത്ബയിൽ ഒരു പ്രസംഗിക്കുന്നുണ്ട്, മരിച്ചെടുത്ത് ഓതാൻ അയക്കൂല, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ വിൽക്കില്ല. അതിൻ്റെ ഒക്കെ പുറമെ അമ്പിയാക്കന്മാരെയും മറ്റും നിസ്സാരമാക്കുന്ന സ്വഭാവം നല്ലോണം വിൽക്കുന്നുണ്ട് പലയിടത്തും. അത് തെറ്റ് ചെയ്യുന്നുള്ളടുത്ത് പറഞ്ഞിടത്തും എന്തിനേറെ ഇപ്പോൾ ആ റസൂലുള്ളാഹിയെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, അതിന് മുമ്പേ പറയാം, പല സ്ഥലത്തും ഉണ്ടാകലുണ്ട്, ചോദിക്കലുണ്ട്. ഇത് അത്തയ്യാത്ത് ഓതുന്ന സമയത്ത് ഇമാം ഗസാലി റളിയല്ലാഹു തആല നമ്മളോട് പറഞ്ഞ വാക്കുണ്ട്. എന്താണ് തരങ്ങൾ? വഅളിർ ഫീ ഖൽബിക നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശഖ്സുൽ കരീം അത്തയ്യാത്തുൽ ബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പം മനസ്സിൻ്റെ ഉള്ളിൽ മുത്ത് റസൂലുള്ളാഹിനെ കൊണ്ടുവരണം. എന്നിട്ട് റസൂലുള്ളാഹിക്ക് സലാം പറയണം. എന്നിട്ട് റസൂലുള്ള സലാം മടക്കുമെന്ന് വിശ്വസിക്കണം എന്നാണ് ഗസാലിമ പറഞ്ഞത്. ഈ ചെനക്കെന്ന് നമ്മൾ അത്തയ്യാത്ത് ഓതുമ്പോൾ മദീനത്തെ നബി കേൾക്കും, നബി തങ്ങളത് മടക്കുന്ന് വിശ്വസിക്കണം, അപ്പോഴേ സുന്നിയാവുള്ളൂ എന്നാണ് ഗസാലിമാർ റളിയല്ലാഹു പറയണത്. സമസ്തന്റെ ആലിമികൾ പറയല്ല. ആ സമയത്ത് തബ്ലീഗ് ജമാഅത്തുകാരൻ പറഞ്ഞത് എന്താ നിങ്ങൾ, റസൂലുള്ളാഹി തങ്ങളുടെ ഓർമ്മയിൽ ഇവൻ മുഴുകിപ്പോയാൽ കാള, കഴുത തുടങ്ങിയ വസ്തുക്കളുടെ ചിന്തയിൽ മുഴുകുന്നതിനേക്കാളും മോശമാണ്. ആദ്യകാലത്തൊക്കെ ഇങ്ങനെ കിതാബില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ കിതാബില്ല എന്ന് വിമർശിച്ചു. ഉണ്ടെന്ന് തെളിയിച്ചെന്നാൽ കോഴിക്കോട്ടങ്ങാടിയിൽ 3 ഏക്കർ തെങ്ങും തോട്ടം തരാന്നൊക്കെ പറഞ്ഞ് നടത്തിന്ന് വരും. 3 സ്ഥലത്തിൻ്റെ എത്തുകുന്നു വരും. അവസാനം നമ്മൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പം ഈ ന്യായത്ത് ഞാൻ പറഞ്ഞ നവോത്ഥാന ശില്പിൽ വന്നപ്പോൾ ഈ ന്യായീകരിക്കുകയാണ്. അങ്ങനെയല്ല പറഞ്ഞ്, ഇങ്ങനെയല്ല പറഞ്ഞ്, ഇങ്ങനെ എന്നാലും പറഞ്ഞിട്ടില്ലാന്ന് ഇപ്പോഴും പറയണില്ല. നോക്ക് നിങ്ങൾ, എന്താണെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് കഴുതിയോടും കാളയോടും ഉപമിച്ചു കൊണ്ടൊരു വാക്ക് സൂഉല്ലദബാന്ന് ഉറപ്പാണ്. അത് തബ്ലീഗില്ല എന്ന് പറയട്ടെ, വെച്ചിട്ട് കൊടുക്കും. എൻ്റെ അടുത്ത് എത്രയോ തബ്ലീഗുകാർ വന്നിട്ടുണ്ട്, നേതാക്കന്മാരും വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ മാത്രം ഞാനും അബുൽ ഖൈർ മൗലവിയായിട്ട് ഒരു വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്, ആലുവക്കടുത്ത് പഴവൂരെന്ന സ്ഥലത്ത് വെച്ചിട്ട്. അവസാനം അയാൾ എങ്ങനെയാണ് കണ്ട് അയാൾ എഴുതിയ പുസ്തകം എടുത്തിട്ട് ഞാൻ വായിച്ചു. അവസാനം അപ്പം പറഞ്ഞു, ആ ബുക്ക് ഞാൻ എഴുതിയത്, അപവാദങ്ങൾക്ക് മറുപടി. ഇതിൽ ഈ വിഷയമാണ് സംഭവിക്കുന്നത്. പക്ഷെ പിന്നെ പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, ന്യായീകരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനോടുള്ള വിശ്വാസം നേരത്തെ ഞാൻ പറഞ്ഞ മുനാഫിക്കീങ്ങൾ ആദ്യ കാലഘട്ടം വന്ന പറയാലായാലും റസൂലുള്ള പറയുന്നുണ്ട്, അതൊരു പറയുന്നുണ്ട്. പൈസ ചെലവാക്കുന്നുണ്ട്, താടിയും വെക്കുന്നുണ്ട്, കീശീന്ന് പൈസ പോകുന്നുണ്ട്, 5 പള്ളിയിൽ വരുന്നുണ്ട്, പള്ളി ഉണ്ടാക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട് ഒക്കെ. പക്ഷേ വിശ്വാസം ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഈ ടീം പിഴച്ചതാണ്. അലിയാരെ കൊന്ന ടീം ദിക്റിങ്ങനാണ് ചൊല്ലിയിട്ട് കയ്യും കാലും മുറിച്ചപ്പോൾ ഖുർആൻ ഓതിയിട്ട് നാവ് മുറിച്ചപ്പോൾ പറഞ്ഞത് മുറിക്കരുതേ, ദിക്ർ ചൊല്ലണോന്നാ. ഈ വർത്താനം തബ്ലീഗുകാർ പറയും. ഓരോ കെട്ടും മാറാപ്പൊക്കെ പരി അടുത്ത് റോട്ടുമൊക്കെ ഇറങ്ങി നോക്കാൻ നിങ്ങൾ തഖബ്ബൽ മിന്നാന്ന് പറയും. അത് അലിയാരെ കൊന്ന ടീം പറഞ്ഞ അതേ പറച്ചില്ല, അത് ഈ മുനാഫിക്കുകളെ പറച്ചിലാണ്. അപ്പൊ അതിലൊന്നും നമ്മൾ അകപ്പെട്ട് വഞ്ചിതരാകാതെ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമിനെ പോലെ ഒരു പഴച്ച കക്ഷിയാണ് തബ്ലീഗ് എന്ന് മനസ്സിലാക്കിയാണ് തബ്ലീഗ് ജമാഅത്തിനെതിരെ ഇത് സമസ്തന്റെ 60ാം വാർഷിക സൗദീറാണ്. ഇതിന്റെ 60ാമത്തെ പേജിൽ കാണാം ഒരു തീരുമാനം. എന്താ നിങ്ങൾ, 952 തബ്ലീഗ് ജമാഅത്ത് വന്നു. എന്നിട്ട് ആ തബ്ലീഗിനെതിരെ സമസ്ത തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ സമസ്ത കണ്ടതിലൊക്കെ തീരുമാനം എടുക്കുകയാണെങ്കിൽ അന്ന് തന്നെ എടുത്തുകൂടെ, തബ്ലീഗ് പേച്ചതാണ്, എടുത്തിട്ടില്ല. 52 ശേഷം തബ്ലീഗ് വ്യാപകമായി പലയിടത്തും വന്നു. അപ്പോൾ ആൾക്കാർക്ക് സംശയം തുടങ്ങി. അങ്ങനെ കുത്തുബി ഉസ്താദിന്റെ അനുഭവം ഉണ്ടായി. ആ കുത്തുബി മുഹമ്മദ് ഹുസൈൻ, ആരാ കുത്തുബി ഉസ്താദ് എന്നറിയില്ലേ? കുത്തുബി ഉസ്താദ് പറഞ്ഞാൽ പാമ്പ് കുത്തുബി ഉസ്താദിനെ കൊത്തിയിട്ട് കുത്തുബി ഉസ്താദ് മരിച്ചില്ല, പാമ്പ് ചത്തു. അതാ കുത്തുബി ഉസ്താദ്. അള്ളാഹു അവരെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരെ ബർക്കത്ത് കൊണ്ട് നമുക്കൊക്കെ ഹദ്ദാദ് മുടങ്ങാതെ ചെല്ലാനും ആ ഹദ്ദാദിന്റെ പവർ ആക്കിബത്ത് നന്നായി മരിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ കുത്തുബി ഉസ്താദ് ഒരു കത്തയച്ചു 965 ആഗസ്റ്റ് മാസം 29-ാം തീയതിയിൽ സമസ്തയിലേക്ക്, മുഷാറിലേക്ക്. ആ കത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണിത്, എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞു, ഷാ മുഹമ്മദ് ഇല്യാസിയ രൂപീകൃതമായ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയ ഈ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സമസ്ത വേണ്ടുവിധം പഠിച്ച് തീരുമാനമെടുക്കണോ. സമസ്ത തീരുമാനിച്ചില്ല, പഠിക്കാൻ ആളെ ഏൽപ്പിച്ചു. മാസങ്ങളെടുത്ത് പഠിച്ചു. ആ പഠിച്ച അടിസ്ഥാനത്തിൽ പിന്നീടാണ് കണ്ണിയത്ത് ഉസ്താദിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിങ്ങിൽ സംശുല്ലമ സെക്രട്ടറിയാണ് സമയത്ത് ഇന്ന് പിന്നീടുണ്ടായ സംസ്ഥാനയുടെ
പ്രസിഡന്റായിരുന്ന ബഹുമാന കെ സ്വതക്കത്ത് മുസ്ലിം അബ്ദുല്ലാഹു മർക്കദ വൈസ് പ്രസിഡന്റായി അവർ എഴുതിയിട്ട് അവരാണ് പിന്നീട് അതിൽ അധ്യക്ഷനായി വരുന്നത്. ആ തീരുമാനം അപ്പം APക്ക് വ്യത്യാസമില്ലാതെ സമസ്തക്ക് ബാധകമാണ്, സംസ്ഥാനക്കും ബാധകമാണ് എന്നർത്ഥം. അവരെ കാരിമ്യങ്ങൾ ഇത്തിഫാക്കായി തീരുമാനമെടുത്തു. തബ്ലീഗ് ജമാഅത്ത് പിഴച്ച കക്ഷിയാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ചിന്തിക്കാനുള്ളത് എന്താണ്? നമ്മ കലിഫും ബാവും പഠിപ്പിച്ചത് മുതൽ ഇന്നലെ വരെ ഇപ്പം മയക്കുമരുന്നും വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാം. ഇതടക്കമുള്ള എല്ലാ വിഷയത്തിലും ദീൻ എന്താണെന്ന് കല്ലും നെല്ലും തിരിച്ചു മനസ്സിലാക്കി തന്നത് സമസ്തക്കയിലെ ജമിയത്തുൽ ഉലമയാണ്. നമ്മളെ വാപ്പാര് പഠിച്ചത് സമസ്തിന്നാണ്. നമ്മളെ പേരക്കുട്ടികൾ ഇപ്പോൾ പഠിച്ചു കൊടുക്കുന്നത് സമസ്തയുടെ മദ്രസയിലാണ്. അതിൻ്റെ ആദർശങ്ങളാണ്. സമസ്ത എന്ന പേരിൽ APയിൽ 40 ആലിമീങ്ങൾ കൂട്ടിക്കോളി, EKയിലും 40 കൂട്ടിക്കോളിയും, 40 വേണമെങ്കിൽ സംസ്ഥാനയിലും കൂട്ടിക്കോളി, 120 ആലിമീങ്ങൾ. ഈ തികഞ്ഞ 120 ആലിമീങ്ങളും ഒരുപോലെ പറയുന്നു തബ്ലീഗ് പിഴച്ച കക്ഷിയാണ് എന്ന്. ഇനിയും അവരെ കൂടെ കൂടിയിട്ട് നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഞങ്ങൾക്കത് അറിയായിരുന്നില്ലായിരുന്നു എന്ന് പറയാൻ യാതൊരു ചാൻസും നമുക്ക് ഉണ്ടാകൂല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അല്ലാഹു നമ്മളെ ചിന്തയെക്കുറിച്ചും കേൾവിയെക്കുറിച്ചും കാഴ്ചയെക്കുറിച്ചും ചോദിക്കുമെന്നത് ഉറപ്പാ. അപ്പം പറയും നമ്മുടെ തബ്ലീഗർക്ക് കാണില്ല, തബ്ലീഗർക്ക് കാണേണ്ട കൊറോണ ഉള്ളവനാണോ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞിരുന്നത്? അല്ലാത്തൊരു കൊടുത്തിട്ടില്ലേ? കൊറോണ ഉണ്ടായിട്ട് ഇഞ്ചക്ഷൻ കൊണ്ട് കാര്യമുണ്ടോ? അല്ല, ഇപ്പം ഇഞ്ചക്ഷൻ പിടിച്ചവർക്ക് വേറെ അതൊക്കെ വിഷയം. മാസ്ക് വെക്കൽ പോലീസാണ് പിടിച്ചിരുന്നല്ലോ. എനിക്ക് കൊറോണ അല്ല, കൊറോണ ഉണ്ടാണ്ടടാ, കൊറോണ ഉള്ളവൻ്റെ ഒപ്പം നടന്നിട്ടില്ലാതെക്കാനാ മാസ്ക് വെക്കാൻ പറഞ്ഞേ അല്ലേ? മാസ്ക് നമ്മൾ സകല പള്ളിക്കൽ കടന്ന മൂല്യർ ആദ്യം ചോദിച്ചിന് ഉണ്ടോന്നുള്ളതല്ല, മാസ്ക് ഉണ്ടോന്നാ ചോദിച്ചു നിങ്ങൾ. ആഹാ, എങ്കിൽ ഈ തബ്ലീഗ് ഒരു കൊറോണയാണ്. തബ്ലീഗ് ഒരു കൊറോണയാണ്. അതുകൊണ്ട് അവരുടെ കൂടെ 10 ദിവസം നടന്നാൽ, 4 ദിവസം നടന്നാൽ, ഒരു 4 മണിക്കൂർ നടന്നാൽ, നമ്മളെ പള്ളിയിൽ അവർക്ക് അവകാശം കൊടുത്താൽ മാസ്ക് വെച്ചിട്ടില്ലേ നിങ്ങൾക്കും കൊറോണ ബാധിക്കും. നിങ്ങളെ കുടുംബത്തിലുണ്ടോ ഉറപ്പിച്ചോളി, നിങ്ങൾ മരിച്ചാൽ ഒരു യാസീൻ ഉമ്മമാരെ തബ്ലീഗിന്റെ നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങളെ മരുവൻ തബ്ലീഗ് ആകുന്നുണ്ടോ? നന്നാകല്ലേ വടക്കാകാണ്. ഒരു തേങ്ങാപ്പൂള് പോലും നിങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ ആ മരുവൻ സമ്മതിക്കൂല. നിങ്ങളെ മരുവനോ നിങ്ങളെ അമ്മോനോ എളാപ്പേ മൂത്താപ്പേ ആരെങ്കിലും തബ്ലീഗുണ്ടോ നിങ്ങളടുത്ത് വന്നിട്ട് നിങ്ങൾ ചെലവെടുത്തിയത് മൂല്യാരിട്ടി വന്ന് യാസീനോതുമ്പം മുസാഫ് പിടിച്ചട് പോകും. ഇവിടെ വേണ്ട, യാസീനോദണ്ടെന്ന് പറയും. അങ്ങനെ നിങ്ങൾ ആഖിറം പോലും നഷ്ടപ്പെടുത്തി കളയും. നാളെ പരലോകത്ത് വരുമ്പം അറിയാത്ത റസൂലുള്ള, മൗലൂദ് പറ്റാത്ത റസൂലുള്ള, ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കാത്ത റസൂലുള്ള, മദീനത്ത് ചെന്നിട്ട് വിളിച്ചാൽ പോലും കേൾക്കാത്ത റസൂലുള്ള, അത് അല്ലാഹ് പറഞ്ഞേച്ച റസൂല് അല്ല. അപ്പം നമ്മൾ കിടക്കുന്ന സ്വർഗത്തിൽ ഏറ്റങ്ങളെ കാണൂല. അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. സമസ്തക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നും പരിപാടിയില്ലല്ലോ. പിന്നെ എന്തിനു തീരുമാനം എടുക്കുന്നു? ഇത് ലഹറത്തിൽ ബിദഉ സക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. ഇതുപോലെ പുതിയ പ്രസ്ഥാനങ്ങൾ വരുമ്പം അത് ഇന്ന തെറ്റുകളുണ്ട് എന്ന് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാതെ സാധാരണക്കാർ ഓരോ താടിയും തൊപ്പിയും ചിരിയും പുഞ്ചിരിയും കണ്ടിട്ട് അതിൽ അകപ്പെട്ടു പോയാൽ പടച്ചോരെടുത്ത് മൂല്യന്മാർ സമാധാനം പറയേണ്ടി വരും. ഇത് മനസ്സിലാക്കിയാണ് സമസ്ത തീരുമാനമെടുത്തത്. ആ തീരുമാനമാണ് അണ്ടോൺ ഉസ്താദും MA ഉസ്താദും PP ഉസ്താദും നെല്ലക്കുതി ഉസ്താദും അതുപോലെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ എല്ലാ കഴിഞ്ഞുപോയ ആലിമീങ്ങളും എടുത്തുന്നത്. അതനുസരിച്ചാണ് ഇവിടുത്തെ ജമിയത്തുലമയും മുസ്ലിം ജമാഅത്തും ഒക്കെ കൂടിയിട്ട് ഇവിടുത്തെ സാധാരണക്കാരിത് പറഞ്ഞ് മനസ്സിലാക്കി കൂടാൻ തീരുമാനിച്ചത്.